ഗൈസ്, ഇന്ന് രാവിലെ മുംബൈ മസ്ജിദ് ബന്ദർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതാണ്. കുറച്ച് ആളുകൾ തലയിൽ മീൻകൊട്ടയുമായി ഒരേ സൈഡിലേക്ക് പോകുന്ന കണ്ട് നമ്മൾ അവരെ പിന്തുടർന്നു. നമ്മൾ ചെന്നെത്തിയത് മുംബൈയിലെ ഏറ്റവും വലിയ മീൻ മാർക്കറ്റിലേക്ക്. മുംബൈ പോലുള്ള വൻ നഗരങ്ങളിലൊക്കെ പുലർച്ചെയാണ് മീൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. അതായത് ഇവിടെ സ്ഥലപരിമിതി കാരണം മറ്റു കടകൾ പലതും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലാണ് മീൻ വിൽപ്പന നടക്കുന്നത്. അതായത് ഈ ഭാഗത്തൊക്കെ മൊബൈൽ ഷോപ്പ് അതുപോലുള്ള കടകളിലാണ്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ റോഡിലിട്ടിട്ടാണ് മീൻ വിൽപ്പന നടക്കുന്നത്. മുംബൈയിലൊക്കെ വ്യാപാരം നടക്കുന്നത് 2-3 ലെയറായിട്ടാണ്. പ്രധാനമായിട്ടുള്ള ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, അതിനുശേഷം അവരുടെ കീഴിൽ രണ്ടാമതുള്ള ഹോൾസെയിലേഴ്സ്, അങ്ങനെ ഏറ്റവും താഴെക്കടയിലുള്ള ഹോൾസെയിലേഴ്സിന് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മീനുകളാണ് നമ്മളിവിടെ കാണുന്നത്. എവിടെയാണെങ്കിലും നമ്മളെ കേരളത്തിലെ ഇളനീര് തന്നെ വേണം ദാഹം അകറ്റാൻ. നമ്മളിപ്പോൾ കാണുന്നത് രാവിലെ 6 മണിക്കുള്ള കാഴ്ചയാണ്. ഏതാണ്ട് ഒരു 8-9 മണിയാകുമ്പോഴേക്കും ഇവിടെ ഈ മീനൊക്കെ ഉള്ളിടത്ത് ആട് കിടന്നെടുത്ത് പൂട പോലും കണ്ടില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. മീനുകളെല്ലാം ഇവിടുന്ന് സെയിൽ ചെയ്ത് പോയി. അതുപോലെ ഇവിടെ എന്താ പറയുക, ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും. ഏതാണ്ട് ഒരു 9 മണി 10 മണി ആ ടൈമിൽ റോഡ് സൈഡിലുള്ള കടകൾ ആരംഭിക്കുന്നതിന് മുൻപേ ഇവിടെയുള്ള മീനുകളെല്ലാം എടുത്തുപോയി ഇവിടെ കടകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. ഈ മീൻ വിൽപ്പനക്കാരുടെ ബാക്കിൽ കാണുന്ന നീല ടാർപ്പായി കൊണ്ട് മറിച്ചിരിക്കുന്നതെല്ലാം മൊബൈൽ ഷോപ്പ് അതുപോലുള്ള കടകളാണ്. മൊബൈൽ കടകൾ തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഇവിടെയുള്ള മീൻ വ്യാപാരമെല്ലാം നിർത്തി കോർപ്പറേഷൻ കടയുടെ മുൻപും പരിസരങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വൻകിട നഗരങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലാണ് കച്ചവടം നടക്കുക. നമ്മളൊക്കെ ഉറങ്ങി എണീക്കുന്നതിന് മുൻപ് ഈ സ്ഥലങ്ങളിലൊക്കെ ഹോൾസെയിൽ വ്യാപാരം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ 10 മണിക്ക് ശേഷം നമ്മൾ കടകളിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ റീറ്റെയിൽ വ്യാപാരമാണ് നടക്കുക. കേരളത്തിലെ വമ്പൻ നഗരങ്ങളിലും ഇതേ രീതിയിലാണ് വ്യാപാരം നടക്കുക. പുലർച്ചെ 4 മണി മുതലൊക്കെ അവിടെ ഹോൾസെയിൽ വ്യാപാരം ആരംഭിച്ച് ഏതാണ്ട് ഒരു 9 മണിയോടെ ഹോൾസെയിൽ വ്യാപാരം പൂർണ്ണമായി നിർത്തിയിട്ടുണ്ടാവും. പിന്നീട് നടക്കുന്നതൊക്കെ അവിടെ റീറ്റെയിൽ വ്യാപാരങ്ങളായിരിക്കും. അതേ രീതിയിൽ നടക്കുന്ന ഒരു മാർക്കറ്റാണ് കൊച്ചിയിലെ വാഴക്കുല മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, അതുപോലെ ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള ഹോൾസെയിൽ വ്യാപാരങ്ങൾ.